നമസ്കാരം. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF കൈവരിച്ച മിന്നും വിജയം, അതിനുശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ തകർപ്പൻ മുന്നേറ്റവും വലിയ ഊർജ്ജമാക്കി തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനുകളുടെ ചുമതല ഓരോ നേതാക്കൾക്കായിട്ട് കൊടുത്ത് ഭരണം പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങൾ UDF ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ 6 കോർപ്പറേഷനുകളാണുള്ളത്. അതിൽ ഒരിടത്ത് മാത്രമാണ് UDF ഭരണത്തിലുള്ളത്. അത് കെ സുധാകരൻ്റെ തട്ടകമായിട്ടുള്ള കണ്ണൂർ കോർപ്പറേഷനാണ്. മറ്റെല്ലായിടത്തും വലിയ രീതിയിലുള്ള നഷ്ടമാണ് കോൺഗ്രസിന് UDFന് ഉണ്ടായത്. അത് UDFനെ സംബന്ധിച്ചിടത്തോളം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം നഷ്ടപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായി തന്നെ മാറുകയും ചെയ്തു. ഗ്രാമപഞ്ചായത്തുകളിലോ മുനിസിപ്പാലിറ്റികളിലോ നേടിയെടുക്കുന്ന ഒരു അപ്രമാദിത്വം, അത് LDFന് ചിലപ്പോഴെങ്കിലും കോർപ്പറേഷനിൽ കിട്ടാറില്ല. 2010 കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ കോർപ്പറേഷനുകളുടെ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ കോഴിക്കോട് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും വലിയ രീതിയിലുള്ള ഒരു നേട്ടം നേടിയെടുക്കാൻ UDFനെ കൊണ്ട് സാധിച്ചു. അതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേരിയ ഭൂരിപക്ഷത്തിലെങ്കിലും അധികാരത്തിൽ വരാനായിട്ട് സഹായിച്ചത്. അതിനകത്ത് ഇപ്പോഴത്തെ സ്ഥിതിഗതിയിൽ തിരിച്ചുപിടിക്കാൻ കഴിയുന്നത് തൃശ്ശൂരും അതോടൊപ്പം തന്നെ കൊച്ചിയുമൊക്കെയാണ്. അതായത് കണ്ണൂർ കോർപ്പറേഷന് പുറമെയാണ് തൃശ്ശൂരും കൊച്ചിയും പിടിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നത്. ഏറെ മികച്ച പ്രകടനം നടത്താൻ കോഴിക്കോട് കോർപ്പറേഷനിൽ കഴിയുമെന്ന ഒരു പ്രതീക്ഷയും UDFനുണ്ട്. എന്നാൽ തിരുവനന്തപുരത്തും കൊല്ലത്തുമാണ് കുറച്ച് പ്രതിസന്ധികൾ നിലനിൽക്കുന്നത്. അവിടെയാകട്ടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കൂടുതൽ ഇടപെടുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി തന്നെ നേതാക്കന്മാരെല്ലാം ഇപ്പോൾ അതിനുവേണ്ട തയ്യാറെടുപ്പുകളെല്ലാം തന്നെ സജ്ജമാക്കി കഴിഞ്ഞു. കണ്ണൂരിൽ കെ സുധാകരൻ തന്നെയാണ് ചുമതല നൽകിയിരിക്കുന്നത്. കോഴിക്കോട് കോർപ്പറേഷനിലാകട്ടെ രമേശ് ചെന്നിത്തലയ്ക്കാണ് ചുമതല. അതുപോലെ തന്നെ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ ചുമതല അത് NSUവിൻ്റെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള റോജി M. ജോൺ MLAക്കാണ്. ഇനി അതുപോലെ കൊച്ചി കോർപ്പറേഷൻ്റെ ചുമതല പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനാണ് നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം തട്ടകം അത് കൈവിട്ട് പോകാതെ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ദൗത്യം. കാരണം കൈവെള്ളയിൽ നിന്നും വെറും 3 സീറ്റിൻ്റെ പേരിൽ നഷ്ടപ്പെട്ടു പോയ കോർപ്പറേഷൻ അത് ഇക്കുറി തിരിച്ചു പിടിക്കാനാകും എന്ന ഒരു പൂർണ്ണ പ്രതീക്ഷയിലാണ് നേതൃത്വം. പ്രത്യേകിച്ചും കോർപ്പറേഷൻ പരിധി നിലനിൽക്കുന്ന സ്ഥലത്ത് ഹൈബിയുടെ നേടിയ മിന്നുന്ന മുന്നേറ്റം ഉൾപ്പെടെ അത് വോട്ടായിട്ട് മാറിയാൽ കൊച്ചി കോർപ്പറേഷനിൽ ബഹുഭൂരിപക്ഷം സീറ്റുകളും നേടിയെടുക്കാൻ UDFന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധിക്കും. എന്നാൽ തിരുവനന്തപുരത്തും കൊല്ലത്തുമാണ് പ്രതിസന്ധികൾ നിർണായകമായിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ചുമതല അത് മുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള കെ മുരളീധരനാണ് നൽകിയിരിക്കുന്നത്. കാരണം അദ്ദേഹം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ നിന്ന് മത്സരിക്കുമെന്ന് ഉറപ്പിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ BJPയുടെ ഈ 2ാം സ്ഥാനം അത് അവിടെ മാറ്റുക എന്നുള്ള പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് നൽകിയിരിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ അദ്ദേഹത്തിന് അതറിയാം. കാരണം അവിടെ BJPയെ പിന്തള്ളി 2ാം സ്ഥാനമെങ്കിലും ഉറപ്പിച്ചെടുത്താൽ മാത്രമേ തിരുവനന്തപുരത്ത് കോൺഗ്രസിനൊരു നിലനിൽപ്പും വിലയുമൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളൂ. ശശി തരൂർ 4 തവണ ലോക്സഭയിൽ നിന്ന് ജയിച്ചെങ്കിലും അദ്ദേഹം താഴെത്തട്ടിൽ പ്രവർത്തകരെ സ്വാധീനിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടില്ല. അദ്ദേഹം കാര്യങ്ങൾ ഏകോപിപ്പിച്ചിട്ടില്ല. അദ്ദേഹമാകട്ടെ അവിടെ തീർത്തും വ്യക്തിപരമായിട്ടുള്ള ഒരു വിജയം മാത്രമാണ് നേടിയെടുത്തിട്ടുള്ളത്. എന്നാൽ അത്തരം ഒരു കാര്യത്തിനേക്കാൾ ഉപരി MLA എന്ന രീതിയിൽ കെ മുരളീധരനാകട്ടെ നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇടപെടലുകളൊക്കെ തന്നെ വട്ടിയൂർക്കാവിൽ നടത്തിയിട്ടുണ്ട്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ മുരളി വോട്ട് പിടിക്കുകയും ചെയ്യും. നമുക്കറിയാം, തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നത് കഴക്കൂട്ടം അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം സെൻട്രൽ, നേമം എന്നീ 4 നിയോജക മണ്ഡലങ്ങൾ ചേർന്ന് വരുന്നതാണ്. അപ്പോൾ ഈ 4 മണ്ഡലങ്ങളിലെയും ശരാശരി 25 വാർഡുകൾ ചേരുന്നതാണ് 100 വാർഡുകളുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിശക്തമായ ഒരു മുന്നേറ്റം നടത്താനായാൽ കെ മുരളീധരനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദവി വരെ ലഭിക്കാനുള്ള സാധ്യതകളും വളരെ ഏറെയാണ്.